Once again, welcome back to KCS Classes. This is Kiran CS. KCS Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സപ്ലൈ അണ്ടർ GST ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കവർ ചെയ്തത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A, then 1B, 1C. That means ഈ മൂന്ന് കാര്യങ്ങളും it is included under supply. സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കാര്യം കൂടി നെക്സ്റ്റ് പറയാനുണ്ട്. ദാറ്റ് ഈസ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1D ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനുശേഷം നമുക്ക് നെഗറ്റീവ് ലിസ്റ്റ് ഏതൊക്കെയാണ്, സപ്ലൈയിൽ വരാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാനുണ്ട്. ദെൻ ഗുഡ്സ് എന്താണ്, സർവീസസ് എന്താണ്, ഇതൊക്കെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. നമുക്ക് 1 by 1 ആയിട്ട് പോവാം. സോ ഞാൻ പറഞ്ഞു സപ്ലൈ എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. 1A, 1B, 1C. ദെൻ 1D എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോ ഇല്ല. അതിന് പകരം ഇതാണ് ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ്. സെക്ഷൻ 1D എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഇപ്പോൾ ഇല്ല. അതിന് പകരം സെക്ഷൻ 7 സബ്സെക്ഷൻ 1A, സെക്ഷൻ 7 സബ്സെക്ഷൻ 1A എന്ന് പറഞ്ഞിട്ടാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഷെഡ്യൂൾ 2ലാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്ത് ഷെഡ്യൂൾ 1 ആയിരുന്നു. ഈ ഡീറ്റെയിൽസ് കവർ ചെയ്യുന്നത് ഷെഡ്യൂൾ 2ലാണ്. അപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1D അമെൻഡ് ചെയ്ത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A പ്ലസ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ 2ലാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ഡീറ്റെയിൽസും കൂടി അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനും കൂടിയും സപ്ലൈയുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. സോ മൂന്ന് കാര്യങ്ങൾ സപ്ലൈയിൽ വരുന്ന ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അതിന്റെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നമുക്കൊന്നുകൂടി ഇത് കാണണം. ദെൻ നാലാമത്തെ സെക്ഷനാണ് സെക്ഷൻ 7(1)(a. ഇറ്റ് കംസ് അണ്ടർ ഷെഡ്യൂൾ 2. എന്താണെന്നുള്ളതാണ് കാണാനുള്ളത്. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ്. എന്താണ്, ചില ആക്ടിവിറ്റീസ് ഉണ്ട്, അത് സപ്ലൈ ഓഫ് ഗുഡ്സിലാണോ വരാ സപ്ലൈ ഓഫ് സർവീസിലാണോ വരാ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഒരു ആക്ടിവിറ്റി സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കീഴിലാണോ സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിലാണോ? എന്താണ്, ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ എനിക്ക് പിസ്സ കഴിക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നി. സോ ഞാൻ പിസ്സ കഴിക്കാൻ തീരുമാനിച്ചു. സോ പല പല പിസ്സ ബ്രാൻഡുകളുണ്ട്. സോ ഞാൻ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് പിസ്സ ഓർഡർ ചെയ്തു. സോ എനിക്ക് എന്ത് കിട്ടി? പിസ്സ കിട്ടി. ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു. ഇപ്പോൾ നമുക്ക് പോസിബിൾ അല്ല ഇരുന്ന് കഴിക്കാൻ, പക്ഷേ അവിടെ ഇരുന്ന് കഴിച്ചു. സോ എനിക്ക് കിട്ടിയത് ഗുഡ്സ് ആണോ സർവീസ് ആണോ? ഏതിന്റെ കീഴിലായിരിക്കും ടാക്സ് വരാം? പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. ഞാൻ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ദെൻ പിസ്സ കഴിക്കുമ്പോ ഈ കഴിച്ച പിസ്സ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് കഴിച്ചേ. ഈസ് ഇറ്റ് കംസ് അണ്ടർ ഗുഡ്സ് ഓർ സർവീസ്? എന്തിന്റെ ബേസിലാണ്? ഗുഡ്സിന്റെ ബേസിലാണോ സർവീസിന്റെ ബേസിലാണോ? എന്തിന്റെ ബേസിലാണ് ഇതുമ്മേ നമ്മൾ ടാക്സ് ചാർജ് ചെയ്യണ്ടേ? ബിക്കോസ് ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു സംഭവം അല്ലേ. ഇപ്പൊ പിസ്സ മേടിച്ചു, ഓക്കെ, ദെൻ അവിടെ ഇരുന്നിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. സോ സർവീസിന്റെ ആണെങ്കിലും ഗുഡ്സിന്റെ ആണെങ്കിലും ടാക്സിൽ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരാണ്, ഇത് ഇതിന്റെ കീഴിൽ വരണം. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്താണ്? ദി ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ്. ഇത് ഇതിലേക്ക് പെടുത്തും. ഓക്കെ, ക്ലിയർ? എക്സാമ്പിൾ ക്ലിയർ ആണോ? ഒന്നും കൂടി പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ വീട്ടില് ഡ്രസ് അടിക്കണം. സോ വീടിന്റെ മുകളിൽ ഡ്രസ് അടിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു? കോൺട്രാക്ട് കൊടുത്തു. സോ കോൺട്രാക്ട് കൊടുത്ത് എൻ്റെ വീടിന്റെ മുകളിൽ ഡ്രസ് അടിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഗുഡ്സ് കിട്ടുന്നുണ്ട്. ദെൻ അവരതിന്റെ കൂടെ തന്നെ എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സർവീസും കൂടി ഉണ്ട്. ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. സോ അവിടെ ഒരു സെപ്പറേഷൻ. ഡ്രസ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്ലസ് സർവീസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ GST ചാർജ് ചെയ്യുക? കൺഫ്യൂഷനാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സർവീസ് ആണോ, ഒരു കൺഫ്യൂഷൻ വരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഷെഡ്യൂൾ 2 ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്ലിയർ?
സോ ഇത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇൻക്ലൂഷൻ ഓഫ് സപ്ലൈയില് ഡിസ്കസ് ചെയ്യാനുള്ള. നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാനുണ്ടെങ്കിൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു. അതിൽ 3 പോയിന്റ്സ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടായിരുന്നത്. ബസ് LDR പ്ലസ് കൺസിഡറേഷൻ അവിടെ നോക്കണം. ദെൻ ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിരിക്കണം 1A. ദെൻ ഈ 3 കാര്യങ്ങളല്ലാണ്ട് എക്സെപ്റ്റഡ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം ദെൻ 1B ഉണ്ട് 1C ഉണ്ട്. അതിൽ എന്താണ് നെക്സ്റ്റ്? ഇമ്പോർട്ട് ഓഫ് സർവീസ്. സർവീസ് നമ്മൾ പുറമെ നിന്ന് കൈപ്പറ്റുന്നു. അവിടെ ബിസിനസിന്റെ പർപ്പസിനാവാം, ബിസിനസിന്റെ പർപ്പസിന് അല്ലാതെയും ആകാം. കൺസിഡറേഷൻ അവിടെ വേണമെന്നുള്ള മസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് GSTയുടെ കീഴിൽ വരും. 1B 1Cയിലാണെങ്കിലോ വിത്തൗട്ട് കൺസിഡറേഷൻ, കൺസിഡറേഷൻ ഇല്ലെങ്കിലും 3 കാര്യങ്ങൾ GSTയുടെ കീഴിൽ വരും. DRP ഇന്നലെ പഠിച്ചാണ്, ഡിസ്പോസൽ ഓർ ട്രാൻസ്ഫർ ഓഫ് പെർമനന്റ് അസറ്റ്സ് ഓഫ് ബിസിനസ്. Then R means related parties തമ്മിലുള്ള ട്രാൻസാക്ഷൻ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി കാണണം. Then അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് P ആണ്, പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. സോ ഈ കാര്യങ്ങളാണ് കവർ ചെയ്തിരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് 1D മാറ്റിയിട്ട് അത് 1A ആയി. പല ആക്ടിവിറ്റീസും ഗുഡ്സിനെയും സപ്ലൈയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത പല ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ളത് വരുന്നതാണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A. ക്ലിയർ? സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്ക്ലൂഷൻസ് ആണ് സപ്ലൈയുടെ. എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് നെഗറ്റീവ് ലിസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഗുഡ്സിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ, സർവീസിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ. സോ അത് കാണുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഏതൊക്കെയാണ് നെഗറ്റീവ് ലിസ്റ്റിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയാം. അത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുള്ള, എന്താണ് സർവീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുള്ള, ഈ കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കണം. സോ നമുക്ക് നെക്സ്റ്റ് അതിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ക്ലൂഷൻസ് അണ്ടർ സപ്ലൈ ആണ്. സപ്ലൈയുടെ കീഴിൽ വരാത്തത് ഞാൻ പറഞ്ഞിരുന്നത് കുറച്ച് നെഗറ്റീവ് ലിസ്റ്റ് ഐറ്റംസ് ഉണ്ട്, അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സപ്ലൈയുടെ കീഴിൽ വരാത്ത ഐറ്റംസ് എക്സ്ക്ലൂഷൻസ് ആണ് പറയുന്നത്. സോ എക്സ്ക്ലൂഷൻസ് ഓഫ് സപ്ലൈ നെഗറ്റീവ് ലിസ്റ്റ് ആണ് വരുന്നത് സെക്ഷൻ 7 സബ്സെക്ഷൻ 2 ഷെഡ്യൂൾ നമ്പർ 3 ആണ്. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് ഷെഡ്യൂൾ നമ്പർ 2 ആയിരുന്നു, ഇത് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 3യിലാണ്. സോ ഞാൻ ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. IFACE. എന്താണ് IFACE? നമ്പർ 1 ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നമ്പർ 2 ഫ്യൂണറൽ. നമ്പർ 3 ആക്ഷനബിൾ ക്ലെയിം അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്. Then number next C central government, state government or local authority transactions details. Then employee to employer services in relation to employment. ഈ പറയുന്ന ഐറ്റംസ് ആണ് സപ്ലൈയുടെ കീഴിൽ വരാത്തത്. എന്തുകൊണ്ട്? സോ അതിലേക്കാണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. ഇപ്പൊ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്തുകൊണ്ട് സപ്ലൈയുടെ കീഴിൽ വരുന്നില്ല? ഫ്യൂണറൽ എന്തുകൊണ്ട് വരുന്നില്ല? അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്തുകൊണ്ട് വരുന്നില്ല എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ദെൻ അതുപോലെ ആക്ഷനബിൾ ക്ലെയിം എന്താണ്? ദെൻ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ട്രാൻസാക്ഷൻസ് ഇത് വരാത്തതിന്റെ കാരണം അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഈ GSTയിലൂടെയൊക്കെയാണ് വരുന്നത്. പിന്നെ അവരുടെ ട്രാൻസാക്ഷൻസും കൂടിയും ഇതിന്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ എന്തായിരിക്കും ഇഷ്യൂ വരും. സോ അതുകൊണ്ടാണ് ഇത് വരാത്തത്. ദെൻ എംപ്ലോയി ടു എംപ്ലോയർ സർവീസസ്. ഓക്കെ, സോ ഇതറിയണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് GSTയിൽ, അല്ലെങ്കിൽ എന്താണ് സർവീസസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് എന്തുകൊണ്ട് നെഗറ്റീവ് ലിസ്റ്റിൽ വന്നത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി കിട്ടുള്ളൂ. സോ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് എന്തിനാണ് ഗുഡ്സ് എന്ന് പറയാ, എന്തിനാണ് സർവീസ് എന്ന് പറയാ. അപ്പൊ അതൊന്ന് ഡിസ്കസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ഇതിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ളത്. ക്ലിയർ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്ഷൻ 7 സബ്സെക്ഷൻ 2 എക്സ്ക്ലൂഷൻസ് ഓഫ് സപ്ലൈ ആണ്. നമ്മൾ കുറച്ച് പോയിന്റ്സ് ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു കറക്റ്റ് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ഗുഡ്സിന്റെ താഴെ വരാം, ഏതൊക്കെയാണ് സർവീസിന്റെ താഴെ വരാം, അതിനെ പറ്റിയൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ എക്സ്ക്ലൂഷൻസ് എന്താണെന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് അതിലോട്ട് പോവാം. എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ്, GSTയിൽ എന്താണ് ഗുഡ്സ് അല്ലെങ്കിൽ എന്താണ് സർവീസ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. സോ നമ്പർ 1 ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എവ്രി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. സോ നമ്മളൊരു പ്രോപ്പർട്ടി സപ്ലൈയുടെ കീഴിൽ അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി മൂവബിൾ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റണം, എബിലിറ്റി ടു മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. അപ്പോ ഈ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താ, മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് അതാണ്. എക്സ്ക്ലൂഷൻസില്
ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നെഗറ്റീവ് ലിസ്റ്റിലാണ് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ലാൻഡ് മേടിച്ചു, 5 സെന്റ് സ്ഥലം ഞാൻ മേടിച്ചു, ഇറ്റ് ഈസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ അത് ഗുഡ്സിന്റെ താഴെ വരില്ല. ഓക്കെ, അത് നെഗറ്റീവ് ലിസ്റ്റിലാണ്, ഗുഡ്സിന്റെ താഴെ വരുന്നതല്ല. ഇനി ഇതേപോലെ തന്നെ ഒരു ഫുൾ ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട്, ഒരു അപ്പാർട്ട്മെന്റോ എന്തെങ്കിലും ഒരു ഫുൾ ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ വീടോ ഞാൻ മേടിക്കുന്നു. മൂവബിൾ ആണോ? നോ, ഇമ്മൂവബിൾ ആണ്. അപ്പൊ അത് ഗുഡ്സിന്റെ താഴെ വരുന്നതല്ല. സോ ഇങ്ങനെ മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി മാത്രമേ നമുക്ക് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഗുഡ്സിന്റെ താഴെ വരുന്നതല്ല. So that's the most important point on every kind of movable property. ആ പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. Okay, then number 2, actionable claims. ആക്ഷണബിൾ ക്ലെയിംസ്. എന്താണ് ആക്ഷണബിൾ ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതിന്റെ ഡീറ്റെയിൽസിലൂടെ നമുക്ക് ഇനി വീണ്ടും പോകാനുണ്ട്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ അൺസെക്യൂർഡ് ഡെറ്റ്, ട്രാൻസ്ഫർ ഓഫ് അൺസെക്യൂർഡ് ഡെറ്റ്, ദെൻ ഇൻഷുറൻസ് ഡെറ്റ്, ലോട്ടറി, ബെറ്റിംഗ്, ഇങ്ങനെയുള്ള ഗാംബ്ലിംഗ്, ഈ പറയുന്ന എല്ലാതും ആക്ഷണബിൾ ക്ലെയിമിന്റെ താഴെ വരുന്നതാണ്. അപ്പോൾ എല്ലാ ആക്ഷണബിൾ ക്ലെയിംസും ഗുഡ്സ് ആണ്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് ആക്ഷണബിൾ ക്ലെയിം എന്ന് പറഞ്ഞാണെങ്കിൽ, ഇപ്പോ എനിക്ക് ഡെറ്റേഴ്സ് കുറച്ചു പേര് പൈസ കിട്ടാനുണ്ട്, ദെൻ അത് അൺസെക്യൂർഡ് ആണെങ്കിൽ അത് ആക്ഷണബിൾ ക്ലെയിമിന്റെ താഴെ വരും. അൺസെക്യൂർഡ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോട്ടറി, ഗാംബ്ലിംഗ്, ബെറ്റിങ്ങിന്റെ ഒക്കെ പ്രത്യേകത എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഇത് തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്, തിരിച്ചു കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്, അല്ലേ? ലോട്ടറി എടുത്തു 100 രൂപയുടെ, ചിലപ്പോൾ അടിക്കാം, ചിലപ്പോൾ അടിക്കാതിരിക്കാം. ഗാംബ്ലിംഗ് ചിലപ്പോൾ അടിക്കാം, ഇറക്കിയത് ചിലപ്പോൾ കിട്ടാം, എന്നിട്ട് കൂടുതൽ കിട്ടാൻ ചിലപ്പോൾ കിട്ടാതിരിക്കാം. ലൈക്ക് ദാറ്റ് ട്രാൻസ്ഫർ ഓഫ് അൺസെക്യൂർഡ് ഡെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഡെറ്റേഴ്സ് അൺസെക്യൂർഡ് ആണ്, ഞാനത് വേറൊരു പാർട്ടിക്ക് എന്ത് ചെയ്തു, എനിക്കൊരു 5 ലക്ഷം രൂപ എന്താണ് അൺസെക്യൂർഡ് ഡെറ്റ് ഉണ്ട്. സോ ഇത് എങ്ങനെയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പാടാ. സെക്യൂർഡ് ആണെങ്കിൽ നോ പ്രോബ്ലം, അയാൾ പൈസ അടച്ചില്ലെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം, നമുക്ക് ആ സെക്യൂരിറ്റിയിൽ നിന്ന് ഈടാക്കാം. പക്ഷെ അൺസെക്യൂർഡ് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അൺസെക്യൂർഡ് ഡെറ്റ് ആകുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് എന്താ, ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം, വേറൊരു പാർട്ടിക്ക് എനിക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ ആക്ഷണബിൾ ക്ലെയിം. ഇപ്പൊ 5 ലക്ഷം രൂപ എനിക്ക് ഡെറ്റേഴ്സ് ആയിട്ട് കിട്ടാനുണ്ട്, ഞാനപ്പോ വേറൊരു പാർട്ടിയുടെ അടുത്ത് പറയാണ് ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തോ. അപ്പൊ എന്റെ ഈ പറയുന്ന അൺസെക്യൂർഡ് ഡെറ്റ് ഞാൻ വേറൊരു പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. സോ പിന്നെ അത് അവര് എന്താണെങ്കിൽ ആയിക്കോളും. സോ അങ്ങനെ അൺസെക്യൂർഡ് ഡെറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ ആക്ഷണബിൾ ക്ലെയിം. അപ്പൊ അത് അവർക്ക് കിട്ടാം, കിട്ടാതിരിക്കാം, അവരുടെ കാര്യം. ലൈക്ക് ദാറ്റ് ഇൻഷുറൻസ് ഡെറ്റ്, പലപ്പോഴും നമ്മൾ ഇൻഷുറൻസ് ചേരുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ്, പല ഇൻഷുറൻസ്. നമ്മൾ ഇറക്കുന്ന പൈസ അതേപോലെ തന്നെ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ കൂടുതൽ കിട്ടാം, ചിലപ്പോ കിട്ടാതിരിക്കാം. ഇങ്ങനെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെറ്റ് ഏതിന്റെ കീഴിലാണ് വരാ? അതിനെ പറയുന്നതാണ് ആക്ഷണബിൾ ക്ലെയിം. അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെറ്റ്, ഇൻഷുറൻസ് ഡെറ്റ്, അരിയേഴ്സ് ഓഫ് റെന്റ് വേറൊരു എക്സാമ്പിൾ ആണ്. ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം. സോ ഇതൊക്കെ ആക്ഷണബിൾ ക്ലെയിമിന്റെ കീഴിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് ഗുഡ്സ് എന്ന് പറയാം. ലോട്ടറി, ബെറ്റിംഗ്, അതേപോലെ തന്നെ ഗാംബ്ലിംഗ്, ഇതൊക്കെ നമ്മൾക്ക് ഇറക്കിയ പൈസ ചിലപ്പോൾ കിട്ടും, കിട്ടാതിരിക്കാം. ക്ലിയർ? സോ അതിനെയാണ് പറയാ ആക്ഷണബിൾ ക്ലെയിം. നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് ഇനി വീണ്ടും ഇത് കാണുന്നുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് ഗ്രോയിങ് ക്രോപ്സ് ആണ്. ഇപ്പോൾ നമുക്ക് എന്താണ് നെല്ല് അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ഗ്രോയിങ് ക്രോപ്സിന്റെ കീഴിൽ വരുന്നതാണ്, മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലേ? നമുക്ക് കൊയ്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോയിങ് ക്രോപ്സ് ആണ്. നമുക്കതിനെ നല്ല രീതിയിലേക്ക് മാറ്റി പ്രോസസ് ചെയ്ത് പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. ഗ്രോയിങ് ക്രോപ്സ് ആണ്. നേരെ മറിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു വൃക്ഷമൊക്കെ ആണെങ്കിലോ നമുക്ക് ഇമ്മൂവബിൾ ആണ്. അപ്പൊ മൂവബിൾ ആയിട്ടുള്ള ഗ്രോയിങ് ക്രോപ്സ്, നെല്ലൊക്കെ കൊയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മാറ്റി വിൽക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. സോ ഗ്രോയിങ് ക്രോപ്സ് എല്ലാതും മൂവബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഗുഡ്സിന്റെ കീഴിൽ വരും. സോ നമുക്ക് ഒരു പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഗുഡ്സ് എന്ന് പറയണമെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. നമ്പർ 1, എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, അതിനെ മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ആക്ഷണബിൾ ക്ലെയിം ഞാൻ പറഞ്ഞു, ട്രാൻസ്ഫർ ഓഫ് അൺസെക്യൂർഡ് ഡെറ്റ്,
എന്ന് വെച്ചാൽ സിമ്പിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കിയ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇറക്കിയത് നമുക്ക് അതേപോലെ തന്നെ കിട്ടണം എന്നില്ല. ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ, ചിലപ്പോൾ കുറവായിരിക്കാം. ഇൻഷുറൻസ് റേറ്റ് ഒക്കെ അങ്ങനെയല്ലേ, നമ്മൾ ചിലപ്പോൾ അടച്ച പൈസ അങ്ങനെ കിട്ടുമോ, ചില ഇൻഷുറൻസ് ഒക്കെ ചേർന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ക്ലിയർ? ദെൻ ഗ്രോയിങ് ക്രോപ്സിന്റെ കാര്യം പറയാം. ഇതൊക്കെയാണ് നമുക്ക് ഗുഡ്സിന്റെ കീഴിൽ ഡിസ്കസ് ചെയ്യാനുള്ള. അങ്ങനെയാണല്ലോ നെക്സ്റ്റ് സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു വേർഡ് നോക്കിയേ. സർവീസസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്. ഗുഡ്സ് അല്ലാത്ത എല്ലാതും ഏതിന്റെ കീഴിൽ വരും? സർവീസസിന്റെ കീഴിൽ വരും. ഗുഡ്സ് അല്ലാത്ത ബാക്കി എന്തും വരുന്നത് ഏതിന്റെ കീഴിലാണ്? സർവീസിന്റെ കീഴിലാണ്. അപ്പോഴാണ് അവിടെ വീണ്ടും കൺഫ്യൂഷൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി പറഞ്ഞു. അപ്പൊ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ലാൻഡ്, ബിൽഡിങ്, അപ്പൊ ഇതൊക്കെ എന്താ? ഗുഡ്സ് അല്ല. സോ കംസ് അണ്ടർ സർവീസ്. ഈ പറയുന്ന ലാൻഡ് മേടിച്ചതും അല്ലെങ്കിൽ ബിൽഡിങ് മേടിച്ചതും അതൊക്കെ സർവീസ് ആണ്. ശരിയോ? അവിടെ അപ്പൊ ആകെ അവിടെ ഒരു കൺഫ്യൂഷൻ അഗെയിൻ വരാണ്. അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോഴാണ് അതിനെ പിടിച്ച് നെഗറ്റീവ് ലിസ്റ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സ്, നമ്മുടെ സർവീസിന്റെ മീനിങ് എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്. ഗുഡ്സ് അല്ലാത്ത ബാക്കി എന്തിനേയും സർവീസിന്റെ താഴെയാണ് വരാം. അങ്ങനെയാണെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലാൻഡും ബിൽഡിങ്ങും ഇതിനൊക്കെ നമ്മൾ ഏതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും? സർവീസ്. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വീണ്ടും വരാണ്. അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോഴാണ് അതിനെ എക്സ്ക്ലൂഷൻസിന്റെ താഴെ, നെഗറ്റീവ് ലിസ്റ്റിന്റെ താഴെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? നമ്മൾ നെക്സ്റ്റ് എന്താണ് നെഗറ്റീവ് ലിസ്റ്റ് എന്ന് നേരത്തെ പറഞ്ഞുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എക്സ്ക്ലൂഡ് ചെയ്തൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ഇനി സർവീസസിന്റെ താഴെ എഴുതിയിരിക്കുന്ന ആ ഒരു സെന്റൻസ് ഒന്നുകൂടി വായിച്ചു നോക്കിയേ. യൂസ് ഓഫ് മണി or its conversion by cash or any other mode for which a separate consideration is charges. അങ്ങനെയാണെങ്കിൽ അതും സർവീസിന്റെ കീഴിൽ വരും. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? യൂസ് ഓഫ് മണി or its conversion by cash or any other mode for which a separate consideration is charges. അപ്പോൾ നമ്മൾ മണി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ യൂസ് ചെയ്യുന്ന മണിക്ക് നമ്മൾ എന്തെങ്കിലും ചാർജ് വരുത്തുന്നുണ്ടെങ്കിൽ അത് സർവീസിന്റെ കീഴിൽ വരും. ഇതെന്തത് ഇതിന്റെ താഴെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അപ്പോഴാണ് നമുക്ക് ഇനി വേറൊരു പോയിന്റിലോട്ട് പോകാനുള്ള. നടുക്കില് എഴുതി വെച്ചിട്ടുണ്ടോ 2 പോയിന്റ്സ്. എക്സ്ക്ലൂഡ്സ്. ഗുഡ്സിലും വരില്ല, സർവീസിലും വരില്ല. അങ്ങനെയുള്ള 2 പോയിന്റ്സ് ആണ് നമുക്ക് അപ്പൊ നെക്സ്റ്റ് കാണാനുള്ളത്. ഇത് കണ്ടിട്ട് ഇതിലേക്ക് പോവാം. ഓക്കെ, അപ്പോ ഗുഡ്സിലും വരില്ല, സർവീസിലും വരാത്ത 2 പോയിന്റ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ്? മണി, നമ്പർ 1. നമ്പർ 2 സെക്യൂരിറ്റീസ്. ഇത് രണ്ടും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഗുഡ്സിലും വരില്ല, സർവീസിലും വരില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു? ഒരു മൊബൈല് ഞാൻ മേടിച്ചു. ആ മൊബൈൽ എനിക്ക് കിട്ടി. മൊബൈൽ കിട്ടിയപ്പോൾ ഞാൻ എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? ഒരു 25,000 rupees ഞാൻ കടക്കാരന് കൊടുത്തു. സോ മൊബൈൽ കൊടുത്തു, ഞാനപ്പം എന്ത് ചെയ്തിട്ടുണ്ടാവും? ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കും, GST അടച്ചിട്ടുണ്ടാവും. ഞാൻ അതിന് തിരിച്ചു കൊടുത്തത് എന്താണ് കൊടുത്തത്? 25,000 rupees. അങ്ങനെയാണെങ്കിൽ ആ 25,000 rupees എന്ന് പറയുന്ന മണി അതിന് നമ്മൾ ഗുഡ്സ് ആയിട്ടോ സർവീസ് ആയിട്ടോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതുമ്മ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? GST ചാർജ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അതൊരു മീനിങ്ലെസ് ആയിട്ടൊരു സംഭവമാണ്. മണി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ മീഡിയം. അതുകൊണ്ട് തന്നെ ഗുഡ്സിലും വരില്ലേ, സർവീസിലും വരില്ലേ. ഇത് എന്താണ്? ഒരു മീഡിയം ആണ് നമ്മുടെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് മണി എന്ന് പറയുന്നത് ഗുഡ്സിലും സർവീസിലും വരാണ്ട് എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ലൈക്ക് ദാറ്റ് നെക്സ്റ്റ് ആണ് സെക്യൂരിറ്റീസ്. ദാറ്റ് മീൻസ് സെയിൽ, പർച്ചേസ്, ഷെയർസ്, സെയിലോ പർച്ചേസോ, ഷെയർസ് മേടിക്കണു, വിൽക്കണു, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സെക്യൂരിറ്റീസിലുള്ള എല്ലാ കാര്യങ്ങളും എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുള്ള പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെക്യൂരിറ്റീസില് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മേടിക്കുന്നത്, വിൽക്കുന്നത് ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ടാറ്റയുടെ ഒരു 10 ഷെയർ ഞാൻ വേറൊരു പാർട്ടിക്ക് വിറ്റു. 10 ഷെയറിന്റെ വാല്യൂ ഉണ്ടായിരുന്നത് 1000 രൂപയാണ്. ഞാൻ വേറൊരു പാർട്ടിക്ക് വിറ്റു. 1000 rupees ഉണ്ടായിരുന്നതാണ് ഞാൻ വിറ്റത്.
1000 rupeesനേക്കാൾ കൂടുതൽ വാല്യൂവിനാണ് വിറ്റത്. ഒരു 1100ന് 10 ഷെയർ വിറ്റു. സോ സെക്യൂരിറ്റി ആണ്. സോ അതുകൊണ്ട് ഇറ്റ് എക്സ്ക്ലൂഡ്സ് GSTയുടെ കീഴിൽ വരുന്നില്ല. പക്ഷേ ഈ ഒരു ട്രാൻസാക്ഷൻ എന്താ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, ഞാൻ വേറൊരു എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് വിറ്റത്. ഞാൻ നേരെ വിറ്റു 1100ന്. നോ പ്രോബ്ലം, എക്സ്ക്ലൂഡ്സ്. ബട്ട് ഇവിടെ വേറൊരു ഇന്റർമീഡിയറി വരാണ്, വൈ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോക്കർ. സോ നമ്മൾ പറയണ എനിക്കൊരു 10 ഷെയർ ഉണ്ട് എന്റെ കയ്യില്. ഈ 10 ഷെയർ എനിക്ക് എങ്ങനെയും വിൽക്കണം. സോ നമ്മൾ ഈ 10 ഷെയർ ആർക്ക് കൊടുക്കാണ്? ബ്രോക്കർക്ക് കൊടുക്കാണ്. ബ്രോക്കർ ആർക്ക് വിൽക്കണു? എക്സിന് വിൽക്കണു. ഇങ്ങനെ പോവാണ്. സോ നമ്മള് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ബ്രോക്കർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരും. ഒരു പെർസെന്റേജ് ഓഫ് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. സോ അവിടെ സർവീസ് വന്നു, അവിടെ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് അടക്കേണ്ടി വരും, GST. അവിടെ ബ്രോക്കറേജ് വന്നു, അവിടെ ടാക്സ് അടക്കേണ്ടി വരും. അതർവൈസ് ഈ സെക്യൂരിറ്റി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണതിന് എന്ത് വരുന്നില്ല? GSTയുടെ കീഴിൽ വരുന്നില്ല. ഇറ്റ് എക്സ്ക്ലൂഡ്സ്. ഓക്കെ, സോ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള 2 ഐറ്റംസ് ആണ് വരുന്നത്. മണി ആൻഡ് ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓൺലി മീഡിയം. സെക്യൂരിറ്റീസും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ബ്രോക്കറേജ് സർവീസ് ആയിട്ട് വരുന്നുള്ളതാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയാണ്. പക്ഷേ യൂസ് ഓഫ് മണി ഓർ ഇറ്റ്സ് കൺവേർഷൻ ബൈ ക്യാഷ്, use of money or its conversion by cash or any other mode for which a separate consideration is charges. എന്താണ്? ഞാൻ ഒരു ബാങ്ക് വേറൊരു വ്യക്തിക്ക് ഒരു 10 ലക്ഷം കൊടുത്തു. ആ 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞത് മണിയാണ് കൊടുത്തത്. അത് വേറൊരു പർപ്പസിനായിരിക്കും അയാൾ യൂസ് ചെയ്യാം. ഓക്കെ, ആ യൂസ് ചെയ്യാൻ തിരിച്ച് എന്തടക്കുന്നുണ്ടായിരിക്കും? ഇൻട്രസ്റ്റ്, ലോണിനാവാം, ഡിപ്പോസിറ്റിനാവാം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തടക്കേണ്ടി വരും? ടാക്സ് അടക്കേണ്ടി വരും, GST വരും. ആ അഡീഷണൽ ഇൻട്രസ്റ്റിന് ടാക്സ് അടക്കേണ്ടി വരും. അതാണ് പറയുന്നത് യൂസ് ഓഫ് മണി ഓർ ഇറ്റ്സ് കൺവേർഷൻ. ദ കൺവേർഷൻ, ഞാൻ ഡോളർ കൊടുത്ത് അല്ലെങ്കിൽ പുറമേ നിന്ന് വേറൊരു പാർട്ടി വന്നിട്ട് ഒരു $5000 ഇന്ത്യയിലേക്ക് തന്നിട്ട് അല്ലെങ്കിൽ ഡോളർ കൊടുത്ത് ഇന്ത്യൻ രൂപ മേടിക്കണം. കൺവേർഷനാണ്. അവിടെ കൺവേർഷൻ വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ചാർജ് വരും, കമ്മീഷനോ മറ്റു കാര്യങ്ങളൊക്കെ വരും. സോ അവിടെയും നമുക്ക് ആ കൺവേർഷൻ ചാർജിനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഇതിനൊക്കെ നമ്മൾ സർവീസ് ആയിട്ട് കണക്കാക്കി ടാക്സ് അടക്കേണ്ടി വരും. ഓക്കെ, ബട്ട് വെറുതെ ഞാനൊരു 10 ലക്ഷം വേറൊരു വ്യക്തി കൊടുത്തു, അയാൾ അത് തന്നെ 10 ലക്ഷം തിരിച്ചെനിക്ക് തന്നെ തന്നു. അവിടെ എന്ത് വരുന്നില്ല? ടാക്സ് വരുന്നില്ല. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോഴാണ്, അവിടെ യൂസ് ചെയ്ത് അതിന് അഡീഷണൽ ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ, ഒരു കമ്മീഷൻ ചാർജ് ചെയ്യുമ്പോഴാണ് അത് സർവീസിന്റെ കീഴിൽ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, ആക്ഷനബിൾ ക്ലെയിം, അൺസെക്യൂർഡ് ഡെറ്റിന്റെ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടാം. എനിക്ക് 5 ലക്ഷം കിട്ടാനുണ്ടായിരുന്നു, അത് എനിക്ക് അൺസെക്യൂർഡ് ആയതുകൊണ്ട് റിസ്ക് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 5 ലക്ഷം വേറൊരു പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. എനിക്ക് 5 ലക്ഷം വേറൊരു കുറച്ച് പാർട്ടി ഡെറ്റേഴ്സ് ആയിട്ട് കിട്ടാനുണ്ട്, ഞാൻ വേറൊരു പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എനിക്ക് 5 ലക്ഷം വേണ്ട, എനിക്കൊരു 4 ലക്ഷം തരൂ, നിങ്ങൾ ഇനി ആ ഡെറ്റേഴ്സ് ആയിട്ട് ഡീൽ ചെയ്തോളൂ, ഞാൻ എൻ്റെ അൺസെക്യൂർഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ചിലപ്പോൾ കൂടുതൽ കിട്ടാം, ചിലപ്പോൾ കുറവായിരിക്കാം. അതേപോലെ തന്നെ ഇൻഷുറൻസ് ഡെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അടയ്ക്കുന്ന ഇൻഷുറൻസ് പ്രോപ്പർ ആയിട്ട് തന്നെ ചിലപ്പോൾ കൂടാം കുറയാം. ലോട്ടറി എടുത്തു, ബെറ്റിങ്, ഗാംബ്ലിങ്, എന്തായാലും കാശ് കയ്യിൽ നിന്ന് പോകുന്നുള്ള ഉറപ്പാണ്. പക്ഷെ തിരിച്ചു കിട്ടുന്നത് ഈക്വൽ ആവാം, കൂടാം കുറയാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അതിനൊക്കെയാണ് നമ്മൾ ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയാം. ദെൻ ഗ്രോയിങ് ക്രോപ്സ്, അല്ലെ, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. നെല്ല് കൊയ്യുക, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽ ചെയ്ത് അല്ലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഗ്രോയിങ് ക്രോപ്സ് ഒക്കെയാണ് ഗുഡ്സിൽ വരാം. സർവീസിൽ എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, ബാക്കിയൊക്കെ സർവീസ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള മണി, സെക്യൂരിറ്റീസ്, അതിന് ബ്രോക്കറേജ്, ബ്രോക്കർക്ക് കൊടുക്കുന്നത് ഇവിടെ വരും. ദെൻ യൂസേജ് ഓഫ് മണി ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഒക്കെ വരാണെങ്കിൽ അതും സർവീസിന്റെ കീഴിൽ വരും. ക്ലിയർ? അപ്പൊ ഇതിനെയാണ് ഗുഡ്സ് അല്ലെങ്കിൽ ഇതിനെയാണ് സർവീസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലോട്ട് പോവാം. എന്തിനൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസിന് നെഗറ്റീവ് ലിസ്റ്റിലോട്ട് മാറ്റിയിട്ടുള്ള ഐറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് നെക്സ്റ്റ് പോവാം. ഇനി നമുക്കപ്പോ ഈ പറയുന്ന എക്സ്ക്ലൂഷൻസ് എന്തുകൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. സോ C2 ഉണ്ട്, ദെൻ E. സോ എക്സ്പാൻഷൻസ് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താണ്, ഒന്നുകൂടി പറയാം. നമ്പർ 1, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. എന്തുകൊണ്ട്? നമ്മൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി മാത്രമേ ഗുഡ്സിൽ വരുള്ളൂ.
ദെൻ ഇമ്മൂവബിൾ ആയിട്ടുള്ള എല്ലാതും, ഇപ്പൊ ഗുഡ്സ് അല്ലാത്ത എല്ലാത്തിനും സർവീസ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ബിൽഡിങ്, ലാൻഡ് ഇതൊക്കെ ഗുഡ്സ് അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് മൂവബിൾ. അങ്ങനെയാണെങ്കിൽ ഇത് സർവീസിലോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ആണ് സപ്ലൈയിൽ നിന്നും. നെക്സ്റ്റ് ഫ്യൂണറൽ ചടങ്ങുകൾക്കൊന്നും അതിന് വരുന്ന ചാർജസ് ഉണ്ടെങ്കിലും അതിനൊന്നും GST ഫീൽഡ് വരുന്നില്ല, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഗവൺമെന്റ്. സോ ദാറ്റ് ഈസ് F. നെക്സ്റ്റ് ആക്ഷണബിൾ ക്ലെയിം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ആക്ഷണബിൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് ഡെറ്റ് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പല പേയ്മെന്റ് നടത്തുന്നു ലോട്ടറിക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ബെറ്റിങ്, ഗാംബ്ലിങ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒറ്റ കോമൺ നേച്ചറുള്ള ചിലപ്പോൾ കിട്ടാതിരിക്കാം. അൺസെക്യൂർഡ് ഡെറ്റിന്റെ പ്രത്യേകത അല്ലേ, കിട്ടാതിരിക്കാം, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻഷുറൻസ് ഒക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഏതൊക്കെ ഐറ്റംസിനെയാണ് നെഗറ്റീവ് ലിസ്റ്റോട്ട് വന്നിരിക്കുന്നത്, എല്ലാതും അല്ല. ആക്ഷണബിൾ ക്ലെയിം അതർ ദാൻ ബെറ്റിംഗ്, ലോട്ടറി, ഗാംബ്ലിംഗ്, അതർ ദാൻ. അപ്പോ ആക്ഷണബിൾ ക്ലെയിം എന്ന് പറയുന്നത് നെഗറ്റീവ് ലിസ്റ്റിന്റെ ഉള്ളിൽ വരുന്നതാണ്, പക്ഷേ ഗുഡ്സ് ആണ്. പക്ഷേ ബെറ്റിംഗ്, ലോട്ടറി, ഗാംബ്ലിംഗ് ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എക്സ്ക്ലൂഡഡ് ആണ് സപ്ലൈയിൽ നിന്ന്, അല്ലെങ്കിൽ ടാക്സിൽ നിന്ന്, GSTയിൽ നിന്ന്. പക്ഷേ ബെറ്റിംഗ്, ലോട്ടറി ആൻഡ് ഗാംബ്ലിംഗ് ഇത് ഈ മൂന്ന് ഐറ്റത്തിന് നമ്മൾ GST കൊടുക്കണം. സോ ആക്ഷണബിൾ ക്ലെയിം അതർ ദാൻ ബെറ്റിംഗ്, ലോട്ടറി ആൻഡ് ഗാംബ്ലിംഗ് ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാതും ഗുഡ്സിന്റെ താഴെ നമ്മൾ ടാക്സ് ആയിട്ട് വരും. ഇതൊക്കെ ഗുഡ്സ് ആണ്. ആക്ഷണബിൾ ക്ലെയിമിന്റെ എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ കണ്ടു, അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഇൻഷുറൻസ് ഡെറ്റ് ഇതൊക്കെ. പക്ഷേ ഈ മൂന്ന് ഐറ്റംസ് ഒഴിച്ച് ബാക്കിയുള്ള ഏത് ഐറ്റംസ് ആണെങ്കിലും അതിനെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, എക്സ്ക്ലൂഡ് ആണ്. പക്ഷെ ഈ മൂന്ന് ഐറ്റത്തിന് മാത്രം എന്ത് കൊടുക്കണം, GST കൊടുക്കണം. സോ ദാറ്റ് ഈസ് തേർഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ആക്ഷണബിൾ ക്ലെയിം. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ വീണ്ടും ഇത് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ആക്ഷണബിൾ ക്ലെയിം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താണ്, ഗുഡ്സ് ആണ്. ഇൻഷുറൻസ് ഡെറ്റ്, ട്രാൻസ്ഫർ ഓഫ് അൺസെക്യൂർഡ് ഡെറ്റ് ഇതൊക്കെ. ബിക്കോസ് എൻ്റെ പെക്യുലാരിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ കൊടുത്താൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടാം അല്ലെങ്കിൽ കുറയാം. ഇൻഷുറൻസ് അടച്ചു ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കൂടുതൽ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം അല്ലേ, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ചിലപ്പോൾ അടയ്ക്കുന്ന സമയത്ത്. ദെൻ അതിന്റെ കൂടെ പറഞ്ഞ വേറെ 3 എക്സാമ്പിൾ ആയിരുന്നു ബെറ്റിംഗ്, ലോട്ടറി, ഗാംബ്ലിംഗ്. ഇതിന്റെയൊക്കെ പ്രത്യേകത സെയിം അല്ലേ, അടയ്ക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ദെൻ ഇതിനൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 3 ഐറ്റംസിന് എന്തില്ല, എക്സ്ക്ലൂഷൻസ് ഇല്ല. ഇത് 3 GSTയുടെ താഴെ വരും. അതാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് C2 2 ഐറ്റംസ് ഉണ്ട്. സർവീസസ് റെന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി. ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും, ട്രാൻസാക്ഷൻസ് എല്ലാതും GSTയുടെ താഴെ വരാത്തതാണ്, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ലിസ്റ്റിന്റെ താഴെ വരുന്നതാണ്. ലൈക്ക് ദാറ്റ് സർവീസസ് ബൈ കോർട്ട്, ട്രൈബ്യൂണൽ അതും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കോർട്ടിന്റെ സർവീസസും ട്രൈബ്യൂണലിന്റെ അല്ലെങ്കിൽ കോർട്ടിന്റെ സർവീസും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് 2 ഐറ്റം പറയാൻ കാരണം, കോടതിയുടെയും ദെൻ ഗവൺമെന്റിന്റെയും. ആൻഡ് മൂവിംഗ് ലാസ്റ്റ് വൺ, സർവീസസ് ബൈ എംപ്ലോയി ടു എംപ്ലോയർ ഇൻ റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെന്റ്. ഒരു എംപ്ലോയി ജോലി ചെയ്യുന്നു, സോ ആ സർവീസിന് അയാൾക്ക് മന്ത്ലി പേയ്മെന്റ് ഉണ്ടായിരിക്കാം. പക്ഷെ അതൊരു കാരണവശാലും നമ്മൾ ടാക്സേഷന്റെ കീഴിൽ, GSTയുടെ കീഴിലോട്ട് വരുന്നില്ല. ഈവൻ ദോ ഇറ്റ് ഈസ് സർവീസ് ആണെങ്കിലും അതിന്റെ താഴെ വരുന്നില്ല, എംപ്ലോയ്മെന്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. സോ ഇറ്റ് എക്സ്ക്ലൂഡ്സ്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എക്സ്ക്ലൂഡ്സ് ഫ്രം സപ്ലൈ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ മൊത്തം ഇനി ഒന്നുകൂടിയും ക്ലാരിറ്റിയിലോട്ട് പറയുകയാണെങ്കിൽ, സപ്ലൈയുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്, സെക്ഷൻ 7 സബ്സെക്ഷൻ 1A പറഞ്ഞിട്ടായിരുന്നു. 1B 1A 3 കാര്യങ്ങൾ ഒന്ന് വേഗം പറയൂ. 1A 3 കാര്യങ്ങൾ, ബെസ്റ്റ് LDR, then consideration is required in course or furtherance of business. 1A 1B എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇമ്പോർട്ട് ഓഫ് സർവീസസ്, ദെൻ അവിടെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കും, ബട്ട് മേ ഓർ മേ നോട്ട് റിലേറ്റഡ് വിത്ത് ബിസിനസ്. ഓക്കെ, ദെൻ 1C പറഞ്ഞത് വിതൗട്ട് കൺസിഡറേഷൻ ആണ്, പക്ഷെ അവിടെ DRP ഫോളോ ചെയ്യണം, ഡിസ്പോസൽ ഓർ ട്രാൻസ്ഫർ ഓഫ് പെർമനന്റ് ബിസിനസ് അസെറ്റ്സ്, ദെൻ റിലേറ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആവട്ടെ, ദെൻ
പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്, ഇത് മൂന്നും വിതൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് 1C. ഇന്ന് ഡിസ്കസ് ചെയ്താണ് നമ്മൾ 1D ആയിരുന്നതിനെ നമ്മൾ അമെൻഡ് ചെയ്ത് 1A സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ലോട്ട് മാറ്റി. അതെന്താണ്? ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സർവീസിന്റെ കീഴിലാണോ വരാ അതോ ഗുഡ്സിന്റെ കീഴിലാണോ വരാ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരുമിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഫുഡ് കഴിക്കുമ്പോൾ, ഞാൻ അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞ അവിടെ ഗുഡ്സിന്റെ കീഴിലാണോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഗുഡ്സിന്റെ കീഴിലാണോ വരാ സർവീസ്, രണ്ടും കൂടിയിട്ടുള്ളതാണ്. ഒരു കോൺട്രാക്ടർ വർക്ക് കൊടുത്തു, മിക്സ് ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു ഞാൻ ഈ പറയുന്ന സെക്ഷൻ 7 സബ്സെക്ഷൻ 1A. അപ്പൊ ഇതൊക്കെയാണ് ഈ 4 കാര്യങ്ങളാണ് ഈ പറയുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻക്ലൂഷൻസ്. ഓക്കെ, ഇനി എക്സ്ക്ലൂഷൻസ് ആണ് നമ്മൾ അതിനുശേഷം കണ്ടത്. ദെൻ സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഷെഡ്യൂൾ 2 ആണെങ്കിൽ ഇത് ഷെഡ്യൂൾ 3 ആണ്. ഈ പറയുന്ന ഐറ്റംസ് ഒക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗുഡ്സ് എന്താണ് സർവീസ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ്സ് എന്ന് പറയുമ്പോൾ എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, ദെൻ ആക്ഷനബിൾ ക്ലെയിം, അതിൽ കുറെ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറെ ഐറ്റംസ് നമുക്ക് ഇവിടെ എന്താണ് ആക്ഷനബിൾ ക്ലെയിമിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അവിടെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് ബെറ്റിംഗ്, ലോട്ടറി, ഗാംബ്ലിങ്ങിന് മാത്രമാണ്. ദെൻ ഗ്രോയിങ് ക്രോപ്സ് ഒക്കെ ഗുഡ്സിന്റെ കീഴിൽ വരും. ദെൻ സർവീസസ്, ഗുഡ്സ് അല്ലാത്ത ബാക്കി എന്തിനേയും നമുക്ക് സർവീസ് എന്ന് പറയാം. അതിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത് മണി ദെൻ സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, ദെൻ പക്ഷേ മണി നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സർവീസ് കൊടുക്കണം. സർവീസ് ആണ്, അപ്പോൾ ടാക്സ് വരും. ദെൻ സെക്യൂരിറ്റീസിനെ നമ്മൾ നേരിട്ടിട്ട് ഒരു സെക്യൂരിറ്റി ഷെയർ വിൽക്കുകയാണെങ്കിൽ മേടിക്കുകയാണെങ്കിൽ അവിടെ GSTയുടെ കീഴിൽ വരില്ല. പക്ഷെ അവിടെ ബ്രോക്കർ ഉണ്ടെങ്കിൽ ബ്രോക്കറേജിന് അവിടെ ആ ഒരു സർവീസിന് ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ഇതാണ് ഇപ്പോൾ സപ്ലൈയുടെ എൻറ്റയർ ഡീറ്റെയിൽസ് ഞാൻ കവർ ചെയ്തത്. ഞാൻ ഇന്ന് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറഞ്ഞു കഴിഞ്ഞു വന്നപ്പോൾ ടൈം എടുത്തു. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും മറ്റു കാര്യങ്ങളോട്ടും ഡീറ്റെയിൽ ആയിട്ട് പോകാം. എല്ലാവരും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് കിരൺ CS. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.